നാട്ടുകാരാ പറയേണ്ടത്. ഇത് നാട്ടുകാരല്ലോ, നിങ്ങളുടെ പാർട്ടിക്കാരല്ലോ. അതെ അതെ. അല്ല, ഇത് ജനങ്ങളല്ല. നിങ്ങൾക്ക് പണിയുണ്ട്, പക്ഷേ പണിപ്പീര് നടക്കുകയല്ല. ചിലർ പറയുന്നുണ്ട് PJ ജോസഫ് സാറിന്റെ മകനാ, അതുകൊണ്ടങ്ങ് ജയിപ്പിച്ചു വിട്ട. അത് വേണ്ട. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തൊടുപുഴ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും അപ്പു ജോൺ ജോസഫ് ഉണ്ട്, അതുപോലെ ശ്രീ ചാഴിക്കാരനുണ്ട്. എടുത്തു പറയേണ്ട രണ്ട് സ്ഥാനാർത്ഥികൾ, രണ്ട് പുലിക്കുട്ടികൾ തന്നെയാണ്. ഇതിൽ തന്നെയും വഴിയിൽ യാദൃശ്ചികമായിട്ട് കണ്ടിരിക്കുന്നു. നമസ്കാരം അപ്പു. എന്താണ് അപ്പു, വളരെ വെളുത്തിരിക്കുകയാണോ? വെള്ളറി വെളുക്കാൻ അല്ല, ഇത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി സ്ഥലം തരോ, നമുക്ക് മൈക്കുകളേണ്ട. അപ്പോ ചോദിക്കാൻ വന്നത് ഇത്രയൊന്നുമില്ല. ഞാൻ ജനങ്ങളുടെ ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞ കുടുംബ പാരമ്പര്യ രാഷ്ട്രീയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ താങ്കൾ എന്ത് വികസനമാണ് തൊടുപുഴയിൽ കൊണ്ടുവരാൻ പോകുന്നത്? തൊടുപുഴയിൽ ഇന്ന് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതിന്റെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു നിയോജകമണ്ഡലം തൊടുപുഴയാണ്. പക്ഷേ തൊടുപുഴ എന്ന് പറയുന്ന മേഖല, തൊടുപുഴ മാത്രമല്ല കേരളത്തിലെ പൊതുവായുള്ള കാർഷിക മേഖല ഇന്ന് നമ്മുടെ യുവാക്കളുടെ ഒരു പലായന കേന്ദ്രങ്ങളായി മാറിയിരിക്കുക. കാരണം ഇന്ന് നാട്ടിൽ യുവാക്കൾ നിലനിൽക്കുന്നില്ല. കാരണം കാർഷിക മേഖല ഉണ്ടായ തകർച്ചകൾ തന്നെയാണ്. അപ്പം നമ്മുടെ യുവാക്കളെ ഈ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നമ്മുടെ കാർഷിക മേഖലയും അതുപോലെ തന്നെ ടൂറിസം, അത് വിദ്യാഭ്യാസം, അതുപോലെ എല്ലാ സാധ്യതകളും നമ്മൾ അത് പഠിച്ച് നമ്മുടെ യുവതലമുറയ്ക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും പരമപ്രധാനമായിട്ട് ചെയ്യുവാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്. അല്ല, അത് നാട്ടുകാരാ പറയേണ്ടത്. ഇത് നാട്ടുകാരല്ലോ, നിങ്ങളുടെ പാർട്ടിക്കാരല്ലോ. എങ്ങനെയുണ്ട് ഈ വരുന്ന വഴിക്കുള്ള ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ, അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച വരവേൽപ്പാണ് നൽകുന്നത്. ഒരു 9.5 വർഷത്തിന് മേലെയായി ഒരു വികസന മുരടിപ്പും ഒരു ഭരണ ഘടകാരസ്ഥയും ഒക്കെ. മോൻസിനെ കണ്ടപ്പോൾ മോൻസ് പറയുണ്ടായി, അതുപോലെ കാപ്പനെ കണ്ടപ്പോൾ കാപ്പൻ പറയുണ്ടായി, നിങ്ങൾക്ക് പണിയുണ്ട്, പക്ഷേ പണിപ്പീര് നടക്കുകയില്ല. കാരണം നിങ്ങളുടെ കൈയും കാലം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവർ. UDFന്റെ MLA മാർ എവിടെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സാധിക്കുന്നില്ല, അവരുടെ കൈയും കാലം കെട്ടിയിരിക്കുകയായിരുന്നു പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നോ ശരിക്കും? അല്ല, തീർച്ചയായിട്ടും പ്രതിപക്ഷ MLA മാരുടെ മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ ഇവർ ഭയങ്കരമായിട്ട് എന്ന് പറയുന്നേ ഒരു പിശുക്ക് കാണിച്ചിട്ടുണ്ട്, പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ആ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ MLA ഫണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ MLA മാരെല്ലാം ഈ മണ്ഡലങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും തൊടുപുഴയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, തൊടുപുഴയിൽ നല്ല ഇപ്പോൾ ഒരു തോക്കുമൻസാട് റോഡെന്ന് പറഞ്ഞാൽ 340 കോടി രൂപ അത് വിദേശ ഫണ്ടിൽ നമ്മൾ ഇവിടെ പെടുന്നുകൊണ്ടിരിക്കുന്നതാണ്. തൊടുപുഴയിലൊരു പുഴയോര ഹൈവേ വന്നിട്ടുണ്ട്. പിന്നെ MLA ഫണ്ടിൽ നിന്ന് നമ്മൾ ധാരാളമായിട്ട് വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷം തൊടുപുഴയിൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജോസഫ് സാർ കണ്ട ഒരു വിഷൻ തന്നെയാണോ അങ്ങും മുന്നിൽ കാണുന്നത്? അല്ലെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ MLA ആയിക്കഴിഞ്ഞാൽ? ജോസഫ് സാർ ഇട്ടിരിക്കുന്ന ഒരു അടിത്തറയുണ്ട്. ആ അടിത്തറ അതൊരു ചവിട്ടുപടിയായിട്ടെടുത്ത് തൊടുപുഴ ഒരു പുതിയ പുരോഗതിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ഈ നാട് വിട്ടു പോകുന്നു. അതെ, കാരണം പറഞ്ഞാല് ഇപ്പൊ എനിക്ക് തന്നെ ഒരുപാട് കോളനി വിസ തട്ടിപ്പ് അങ്ങനെയുള്ള ഒരുപാട് കേസുകളാണ് നടക്കുന്നത്. അതെ 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 അതെ. കാരണം നമ്മുടെ ഇവിടുന്ന് പോകുന്ന പല കുട്ടികളും ഇപ്പൊ UK പോകുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ UK മനുഷ്യർക്ക് വേണ്ടാത്ത കോഴ്സുകളിലാണ് ഇവർ പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിയുമ്പോൾ പിന്നെ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും 3000 പൗണ്ട് ഇവരെ മേടിക്കുന്നു. അപ്പൊ ഈ 3000 പൗണ്ടും, അതായത് 3000 പൗണ്ട് ഇന്ന് 3.5 ലക്ഷം രൂപ, അത് ഇവിടുന്ന് കാരണന്മാർ ഉണ്ടാക്കി കൊടുക്കണം. ഈ 3.5 ലക്ഷം രൂപയും കൊടുത്തിട്ട് വീണ്ടും അവിടെ മക്ഡൊണാൾഡ്സിൽ പാത്രം കഴുകാനായി പിള്ളേർ പോകും. അതെ, കെട്ടുതാണ് വലയും വിട്ടും ഇവിടുത്തെ വീടുകളെല്ലാം പണയത്തിലാണ്. കേരളം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നടന്നു നീങ്ങുന്നത്. ഈ കുട്ടികളെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ കാരണന്മാർ എങ്ങോട്ട് പോകും? ഇവരവിടുന്ന് ഇപ്പോ UDF ഭരണത്തിൽ വന്നു എന്ന് വിചാരിക്കട്ടെ, എനിക്കറിയില്ല വരുമെന്ന്. അല്ല, അത് ഉറപ്പാ. നിങ്ങളല്ലല്ലോ, ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഇത് ജനങ്ങളല്ല. ഞാൻ അപ്പുവാണേലും മറുപടി പറയണ്ടേ? ഞാൻ അപ്പുവിനാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആണെങ്കിലും ഉണ്ടല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, UDF ഭരണത്തിൽ വന്നു, അപ്പു MLA ആയി, 100 ദിവസത്തിനുള്ളിൽ അപ്പു എന്ത് മാറ്റമാണ് നമ്മുടെ തൊടുപുഴയ്ക്ക്, ഞാൻ തൊടുപുഴയുടെ കാര്യമാണ് ചോദിക്കുന്നത്, തൊടുപുഴയിലെ യുവാക്കൾക്ക് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രായ രാഷ്ട്രീയ ഭേദമന്യേ അങ്ങയുടെ ഒരു ചലഞ്ച് എന്തായിരിക്കും പ്രിയപ്പെട്ട അപ്പു? തൊടുപുഴയിൽ ഇപ്പം ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, തൊടുപുഴ നഗരത്തിൽ നമുക്ക് 8 ബൈപ്പാസുകളൊക്കെ ഉണ്ടെങ്കിലും
അതൊരു ശാസ്ത്രീയമായ രീതിയിൽ ട്രാഫിക് കൺട്രോൾ നടക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രാഫിക് ജാമുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ AI കൺട്രോളിൽ ക്യാമറകളുണ്ട്. ഇപ്പോൾ തൊടുപുഴ നമുക്ക് തൊടുപുഴയുടെ ഭൂമിശാസ്ത്രം അറിയാം. ഇപ്പം നമ്മുടെ ഗാന്ധി സ്റ്റാച്ചുവിൽ നിന്ന് അവിടുന്ന് വണ്ടി നമ്മുടെ മോർ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ പണ്ട് മോർ ജംഗ്ഷനിൽ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. ആ സിഗ്നലിന് പ്രശ്നം വെച്ചാൽ അത് സിഗ്നൽ അതിൻ്റെ ടൈമിംഗ് ഒക്കെ വിഷയപ്പെടുന്നതുകൊണ്ട് അത് വീണ്ടും ട്രാഫിക് ബ്ലോക്ക് കൂട്ടുകയുണ്ടായി. അപ്പോൾ ഗാന്ധി സ്റ്റാച്ചുവിൽ നിന്ന് എത്ര വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റലിജൻസിൽ വേണം ഇവിടുത്തെ സിഗ്നൽ വർക്ക് ചെയ്യാൻ. മിഷൻ അപ്പോൾ AI ഡ്രിവൺ ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, ആ ടെക്നോളജി നമുക്ക് തൊടുപുഴയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ മിഷൻ? എന്താണ് മിഷൻ? ഞാൻ പിന്നെ ഈ തൊടുപുഴയ്ക്ക് അനന്തമായ ടൂറിസം സാധ്യതകളുണ്ട്. ഈ തൊടുപുഴ ഒരു ടൂറിസം സർക്യൂട്ട്, അത് വേണമെങ്കിൽ ഒരു റിലീജിയസ് ടൂറിസം സർക്യൂട്ട് ആകാം. കാരണം ഇവിടെയുള്ള ഇപ്പം ഈ തൊട്ടടുത്ത് പന്നൂർ സ്ഥലത്ത് വരുന്നത് അവിടെയുള്ള ഒരു ക്ഷേത്രമുണ്ട്, നമ്മുടെ വരാഹസ്വാമി ക്ഷേത്രം പറയും. അതുപോലെ നമ്മുടെ തൊടുപുഴയിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കാരിക്കോട് ക്ഷേത്രം, അവിടെ തന്നെ തൊട്ട് മുകളിലൊരു അണ്ണാമല ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ഒരു മതവിഭാഗപ്പെട്ട ആളുകൾ അവിടെ നമ്മുടെ ഇവിടെ ഒരു നാനാര പള്ളിയുണ്ട്, ഒരു കൊന്താലം പള്ളിയുണ്ട്, അതിപുരാതനമായ മുസ്ലിം പള്ളികളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്ത്യൻ ബിലീഫ് ആണെങ്കിൽ മുതലക്കോടും മുത്തപ്പൻ, ചുങ്കമ്പള്ളി എന്നുൾപ്പെടെ എന്ന് വേണ്ട ജനങ്ങളെ പുറത്തുള്ള ആളുകൾക്ക് അതിശയമായിരിക്കും. അതെ, കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. പക്ഷേ വെളിയിൽ നിന്ന് വരുന്നവർക്ക് തൊടുപുഴ അന്നത സാധ്യതകളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ കൃഷിക്കാർക്ക് പ്രതിസന്ധി ഉണ്ടെന്ന്. ഓരോ വീടുകളിലും വൃത്തിയുള്ളൊരു മുറിയും വൃത്തിയുള്ളൊരു ബാത്റൂമും വൃത്തിയുള്ള ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകം തൊടുപുഴയിലേക്ക് ഒഴുകിയെത്തും. അതുപോലെ തന്നെ തൊടുപുഴ എന്ന് പറയുന്നത് ഷൂട്ടിങ്ങിൽ ഇന്ന് ഈ ഫിലിം ഷൂട്ടിംഗ് ഒരു 70% സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്, ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്നത് തൊടുപുഴയാണ്. അപ്പം നമ്മുടെ ഈ ഒരു രാമോജി ഫിലിം സിറ്റി പോലെ എന്തുകൊണ്ട് നമുക്കിവിടെ ഈ മലങ്കര എസ്റ്റേറ്റ് ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ അല്ല നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു രാമോജി ഫിലിം സിറ്റി പോലെ ഒരു സിനിമയുടെ ക്ലാപ്പ് ഓൺ കർമ്മം തൊട്ട് റിലീസ് വരെയുള്ള ആ ഓപ്പറേഷൻ മുഴുവൻ ഇവിടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സിനിമാ ലോകം ഇങ്ങോട്ട് പിടിക്കെത്തും. അതിനോട് അനുബന്ധമായിട്ട് നമുക്ക് ഈ പറഞ്ഞാൽ ഇവിടെ 5 സ്റ്റാർ ഹോട്ടലുകൾ, അപ്പോൾ ഓരോ ഹോട്ടലിലും 500 ഈ പ്രോജക്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ലേ? തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി നമുക്ക് ഇപ്പോൾ ഒരു വികസനം മുരടിപ്പ് കൊണ്ട് മനം മണത്തിരിക്കുന്ന കേരള സമൂഹത്തിന് ഒരു പുത്തൻ പ്രതീക്ഷയാണ് ഈ മുന്നണി അധികാരത്തിൽ. ക്ഷമിക്കണം, അങ്ങയോട് ഇങ്ങനെ ഞാൻ ഈ ആർഗ്യൂ ചെയ്ത് ചോദ്യം ചോദിച്ചതിൻ്റെ കാര്യം അങ്ങേക്ക് മനസ്സിലാക്കുകയാണ്. കാരണം ഇത് ഇങ്ങനെ ചോദിച്ചാൽ മാത്രമേ അങ്ങയുടെ മിഷൻ അല്ലെങ്കിൽ വിഷൻ എന്താണെന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് മനസ്സിലാവൂ. തീർച്ചയായും ചിലർ പറയുന്നുണ്ട് PJ ജോസഫ് സാറിന്റെ മകനാ, അതുകൊണ്ട് അങ്ങ് ജയിപ്പിച്ചു വിട്ടു. അത് വേണ്ട, അത് വേണ്ട. ഈ നാടിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രം. അത് PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി 56 വർഷം കൊണ്ട് തൊടുപുഴയാക്കി ഇടുക്കിയാക്കിയെങ്കിൽ കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള ജനങ്ങളുടെ ജീവിതങ്ങളെ പോസിറ്റീവായിട്ട് രീതിയിൽ സ്പർശിച്ചുകൊണ്ടുള്ള ഞാൻ പറഞ്ഞു ഈ +2 പോലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിന് യോഗ്യനാണോ ഞാനെന്ന് ഇവിടുത്തെ ജനം വിലയിരുത്തട്ടെ. തീർച്ചയായിട്ടും. ഏതായാലും പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമല്ല, മിഷനുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിൻ്റെ മകൻ അപ്പു. എന്തായാലും ഞാൻ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെയുള്ള ചില MLA ആവാൻ സാധ്യതയുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്ന ട്രൂ TV ആഗ്രഹിക്കുന്ന ചില ആളുകളെ, അത് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇങ്ങനെ നല്ല ആൾക്കാരെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഈ പരിചയപ്പെടുത്തുന്നതിൻ്റെ കൂട്ടിൽ തൊടുപുഴക്കാരെയും കൂടെ പരിചയപ്പെടുത്തുന്നു. പ്രിയ സുഹൃത്ത് അപ്പു MLA ആയിട്ട് വിജയിക്കട്ടെ, നന്നാവട്ടെ, നാട് നന്നാവട്ടെ, തൊടുപുഴ നന്നാവട്ടെ, തൊടുപുഴയിലെ ജനങ്ങൾ നന്നാവട്ടെ. നന്ദി, സ്നേഹം. ട്രൂ TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.